ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു മന്ത്രമാണ്. ധനവരവിന് വേണ്ടിയിട്ടും നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യമുണ്ടാവാൻ വേണ്ടിയിട്ടും സാക്ഷാൽ പഴനി ആണ്ടവനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ദിവസവും വെറും 11 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രം. പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ നമുക്ക് ഏകദേശം ഒരു 6 ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. രാവിലെയോ വൈകിട്ടോ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ഭഗവാന് മുൻപിലിരുന്ന് ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതുമാണ്. മന്ത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് പഞ്ചമി തിഥി ഇന്നുമുണ്ട്. ഞാൻ ഒരു വഴിപാടിനെ പറ്റി ഇന്നലെ പറഞ്ഞിരുന്നു. അത് ചെയ്യാത്തവർക്ക് ഇന്ന് പഞ്ചമി തിഥി തീരുന്നതിന് മുൻപായിട്ട് ചെയ്യാം. സത്യത്തിൽ ഇരുട്ടുമ്പോഴാണ് വാരാഹിയമ്മയ്ക്ക് ശക്തി വളരെയധികം കൂടുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പഞ്ചമി തിഥി തീരുന്നതിന് മുൻപ് ചെയ്യാവുന്നതാണ്. ഇന്ന് ചൊവ്വാഴ്ച പഞ്ചമി തിഥി അവസാനിക്കുന്നത് വൈകിട്ട് 4:34 അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് 4:34 മുൻപ് ഞാൻ ആ പറഞ്ഞ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇന്ന് ഷഷ്ഠിതിഥിയും ചൊവ്വാഴ്ചയും ഒന്നിച്ചു വരുന്ന ഒരു ദിവസം കൂടിയിട്ടാണ്. അതായത് ഇന്ന് വൈകിട്ട് 4:34 പഞ്ചമി തിഥി അവസാനിച്ചിട്ട് ഷഷ്ഠിതിഥി ആരംഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നൊരു മന്ത്രം ഇന്നു മുതൽ ചൊല്ലി തുടങ്ങാൻ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുമാത്രവുമല്ല, ഈ വരുന്ന മെയ് 30 വൈകാശി വിശാഖം വരുന്നത്. 48 ദിവസം ഭഗവാന് വ്രതമെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഏപ്രിൽ 13 അതായത് അടുത്ത തിങ്കളാഴ്ച മുതലാണ് നമുക്ക് വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത്. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാം. ആ ഒരു 48 ഡേയ്സ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്ന് മുതൽ നിങ്ങൾക്കിത് തുടങ്ങാം. ഇന്ന് ഈ വീഡിയോ കാണാൻ പറ്റിയില്ല, നാളെയാണ് കാണുന്നതെങ്കിൽ നാളെയും ഷഷ്ഠിതിഥി ഉള്ളതുകൊണ്ട് നാളെ ബുധനാഴ്ചയും നമുക്ക് ഈ മന്ത്രം ആദ്യമായിട്ട് ചൊല്ലി തുടങ്ങാൻ ഏറ്റവും നല്ലതാണ്. അങ്ങനെയല്ലെങ്കിൽ നമുക്ക് ഏതൊരു ദിവസവും ഈ ഒരു മന്ത്രം ചൊല്ലി തുടങ്ങാം, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഈ ഒരു മന്ത്രം ഇതുപോലെയുള്ള കോമ്പിനേഷൻസ് വരുമ്പോൾ നമ്മൾ ചൊല്ലി തുടങ്ങിയാൽ അതിന് വളരെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും. ഈ മന്ത്രം ചൊല്ലുന്നതിന് റെസ്ട്രിക്ഷൻസ് എപ്പോഴും പറയുന്ന പോലെ പീരിയഡ്സ് ഉള്ളപ്പോഴും പുലയുള്ളപ്പോഴും നോൺ വെജ് കഴിച്ചിട്ടും ചൊല്ലാതിരിക്കുക. നോൺ വെജ് കഴിക്കണമെന്ന് കഴിക്കുന്നവരൊക്കെ രാവിലെ ഇത് ചൊല്ലിയിട്ട് നോൺ വെജ് കഴിച്ചോളൂ. ഇത് എത്ര നാൾ ചൊല്ലണം, നമുക്ക് എത്ര നാൾ പണം ആവശ്യമുണ്ടോ അത്രയും നാൾ നമുക്ക് ചൊല്ലാം. കാരണം പഴനി ആണ്ടവൻ സാക്ഷാൽ മുരുക ഭഗവാൻ ആണ്ടിപ്പണ്ടാര കോലത്തിൽ രാവിലെ തുടങ്ങി വൈകിട്ട് രാജ അലങ്കാരത്തിൽ ഭഗവാന്റെ ആ ഒരു ദർശനം അവസാനിക്കും. എല്ലാവരും ഈ ഒരു രാജാലങ്കാരത്തിൽ ഭഗവാനെ പോയി കാണാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. രാവിലെ പോയി ആ ഒരു ആണ്ടിപ്പണ്ടാര കോലത്തിൽ ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് വൈകിട്ട് രാജ അലങ്കാരത്തിലും കൂടി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചാൽ നമ്മൾ എത്ര ഇല്ലായ്മയുള്ളവനാണെങ്കിലും നമ്മൾ എത്രമാത്രം ദരിദ്രനാണെങ്കിലും അതിൽ നിന്നൊരു മാറ്റം സാക്ഷാൽ ഭഗവാൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കും. ആണ്ടിപ്പണ്ടാര കോലം വീട്ടിൽ വെച്ച് ഭഗവാനെ പൂജിച്ചാൽ ആരാണോ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം വീട്ടിൽ വെച്ച് പൂജിക്കുന്നത് ആ ഒരു വ്യക്തി ജീവിതത്തിൽ അവന് വേണ്ടുന്നതൊക്കെ നേടി ഐശ്വര്യമുണ്ടാവുമെന്നാണ് പറയുന്നത്. സാധാരണ എല്ലാവരും രാജാലങ്കാര ഫോട്ടോ വീട്ടിൽ വെച്ച് പൂജിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു ആണ്ടിപ്പണ്ടാര കോലത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു മഹത്വമുണ്ട്. അച്ഛനോടും അമ്മയോടും പിണങ്ങി സർവ്വവും ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്തവനായി മലയ്ക്ക് മുകളിൽ പോയി തൻ്റെ സ്ഥാനം അവിടെ ഉറപ്പിച്ച ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുൻപിൽ എല്ലാം നഷ്ടപ്പെട്ട, അതായത് ഒരുപാട് പേര് പറയാറുണ്ട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, ഒന്നുമില്ല, സ്വന്തമായിട്ട് ജോലിയില്ല, വരുമാനമില്ല, എങ്ങനെ മുന്നോട്ട് ജീവിക്കണം എന്ന് പോലും അറിയാതെ വിഷമിച്ച് ഇരിക്കുന്നൊരവസ്ഥയാണ് ഞങ്ങളെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾ ഒരു 48 ദിവസമോ 11 ദിവസമോ 21 ദിവസമോ വ്രതമെടുത്ത്, ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 6 ദിവസമെങ്കിലും വ്രതമെടുത്ത് പഴനി പോവുക. രാവിലെ ആണ്ടിപ്പണ്ടാര കോലത്തിൽ ഭഗവാനെ കണ്ടു തൊഴുക. അതിനുശേഷം തുടർച്ചയായി ഒരുപാട് രീതിയിൽ ഭഗവാൻ അവിടെ മാറ്റം വരും. അതൊക്കെ കണ്ട് തൊഴുത് അവസാനം ആ ഒരു രാജാ അലങ്കാരത്തിലും കൂടി ഭഗവാനെ കണ്ടു തൊഴുത് നിങ്ങൾക്ക് വിഷമങ്ങൾ വേദനകൾ എന്തൊക്കെയാണോ അതൊക്കെ ആ ഭഗവാനോട് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇതുപോലെ ഒരു ഫോട്ടോയോ കുഞ്ഞു വിഗ്രഹമോ
ഇനി അതല്ലെങ്കിൽ ഒരു ചെറിയ വേലോ എങ്കിലും വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വരിക. അതായത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആണ്ടിപ്പണ്ടാര കോലമാണ്. ആ ആണ്ടിപ്പണ്ടാര കോലത്തിൽ നിങ്ങൾ ഭഗവാനെ പൂജിച്ച് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് രാജാലങ്കാര ഫോട്ടോ മേടിച്ച് വീട്ടിൽ വെക്കാം. അത് വാങ്ങി വീട്ടിൽ വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ളവനിലോട്ടൊരു മാറ്റം ഉണ്ടാക്കി തരും. ഒരുപാട് പേർക്ക് അവരുടെ ലൈഫിൽ അനുഭവം ഉള്ളതാണത്. അതായത് നമ്മുടെ എല്ലാ സർവസ്വവും നഷ്ടപ്പെട്ട് നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയോ അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായി ഭഗവാൻ നമുക്ക് തിരിച്ചു തരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ വിശ്വാസപൂർവ്വം ചെല്ലുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു രീതിയിൽ പഴനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ രീതിയിൽ പഴനിയിൽ പോയി ആ പടികൾ അത്രയും കയറി ഭഗവാനെ ചെന്ന് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കണം. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കും. പഴനിയിൽ പോകുന്ന ഇപ്പോൾ തിരുച്ചെന്തൂരൊക്കെ പോയി ജീവിതം രക്ഷപ്പെടുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് പഴനിയിൽ പോയാലും നമുക്ക് നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു ടേണിംഗ് പോയിൻ്റ് അത് തന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു മന്ത്രം ഇനി ചൊല്ലുന്നൊരു രീതി, വീട്ടിലുള്ള മുരുക ഭഗവാന്റെ ഫോട്ടോ, വിഗ്രഹം, വേല എന്താണോ ഉള്ളത് അതിന് മുൻപിൽ ദീപമൊക്കെ തെളിയിച്ചു വെക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതായത് ഭഗവാൻ എന്നും സെപ്പറേറ്റ് ആയിട്ടൊരു ദീപം തെളിയിച്ചു വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദീപം തെളിയിച്ചു വെക്കാവുന്നതാണ്. അങ്ങനെയല്ല നിലവിളക്ക് മാത്രം കൊളുത്തുന്നവരാണെങ്കിൽ ആ ഒരു നിലവിളക്ക് കൊളുത്തി അവിടെ ഇരുന്ന് മുരുക ഭഗവാനെ മനസ്സിൽ കണ്ടിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലണം. മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചൊല്ലിയും തരാം. ഓം ശ്രീ സുബ്രഹ്മണ്യായേ നമഃ. ഓം ദണ്ഡായുധപാണിയേ നമഃ. ധനം ദേഹി സൗഭാഗ്യം ദേഹി സമൃദ്ധിം ദേഹി മേ പ്രഭോ. ഓം ശ്രീ സുബ്രഹ്മണ്യായേ നമഃ. ഓം ദണ്ഡായുധപാണിയേ നമഃ. ധനം ദേഹി സൗഭാഗ്യം ദേഹി സമൃദ്ധിം ദേഹി മേ പ്രഭോ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം എന്ന് പറയുന്നത്. ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും 11 പ്രാവശ്യം നമ്മൾ ജപിക്കണം. തുടർച്ചയായി ഒരു 5 ദിവസമൊക്കെ ജപിച്ച് കഴിയുമ്പോൾ തന്നെ എങ്ങനെ ഇത് ജപിക്കണം കാണാതെ എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കും. അപ്പോൾ ഭഗവാന് മുൻപിൽ നമ്മളെല്ലാ ദിവസവും ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ഒരേ സമയം കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതിയാവും. ഏകദേശം ഒരു 6 ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സുബ്രഹ്മണ്യ ഭഗവാനോട് ദണ്ഡായുധ പാണിയോടാണ് അപേക്ഷിക്കുന്നത്. തീർച്ചയായും ഭക്തൻ്റെ എന്ത് വിഷമവും കേട്ട് അതിന് പരിഹാരം തരുന്ന ഭഗവാനാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ ഒരു മന്ത്രം തുടർച്ചയായിട്ട് ജപിക്കുക. ധനപരമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് തീർച്ചയായും ഈ മന്ത്രം നല്ല റിസൾട്ട് തരും. ഇനിയിപ്പം ജീവിതത്തിൽ ഐശ്വര്യമാണ് വേണ്ടതെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലുന്നതോടെ അത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് ശ്രമിക്കണം. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പഴനിയിൽ പോയി സാക്ഷാൽ ആണ്ടിക്കോലം മുതൽ രാജാലങ്കാരം വരെയുള്ള ഭഗവാന്റെ ആ ഒരു ദിവ്യ രൂപ ദർശനം നടത്താനും ശ്രമിക്കേണ്ടതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.